തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കോൺഗ്രസ് തരിപ്പണമാവുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയാണ് അസമിൽ നമ്മൾ കണ്ടതെന്ന് പറയുന്നത്. അതായത് അസമിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ തന്നെ, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത മാസമാണ് നടക്കാനിരിക്കുന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ തന്നെ ഭൂരിഭാഗം സീറ്റുകളിലും BJP എതിരില്ലാതെ ജയിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് തന്നെ. ആ സീറ്റുകൾക്ക് പുറമെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ തന്നെയും ബാക്കിയുള്ള സീറ്റുകളിലും BJPക്ക് വലിയ തോതിലുള്ള ഒരു ആധിപത്യമാണ് നിലവിൽ കാണുന്നത് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് പാർട്ടി അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം അപ്രസക്തമായിരിക്കുന്നു എന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ. അതായത് അടുത്ത മാസം ആദ്യം സംസ്ഥാനത്തുടനീളം നടക്കുന്ന 2 ഘട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ BJP നേതൃത്വത്തിലുള്ള NDA വളരെ ഈസി ആയിട്ട് തന്നെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അത് അവിടെ മന്ത്രിയായിട്ടുള്ള പിജൂസ് ഹസാരിക തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ. അതായത് ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവവും പ്രകടനവും കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ. അതായത് ഭരണകക്ഷി വർഷങ്ങളായി നടത്തിയ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൽ വിശ്വസനീയമായ ഒരു പ്രതിപക്ഷത്തിന്റെ അഭാവവും കാരണം വോട്ടർമാർ NDA സഖ്യത്തിന് വോട്ട് ചെയ്യുമെന്ന് ഹസാരിക മാധ്യമപ്രവർത്തകരോട് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. അസാമിൽ ശക്തമായ പ്രതിപക്ഷം ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് BJP അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അതിന്റെ സാന്നിധ്യം ഇപ്പോൾ കുറച്ച് മേഖലകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് BJPയുടെ ഭാഗത്ത് നിന്ന് വന്ന മറുപടി എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ആകെ 348 പഞ്ചായത്ത് സംവിധാന സീറ്റുകളിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായും അതിൽ 325 സീറ്റുകൾ BJP നേതൃത്വത്തിലുള്ള NDAക്ക് ലഭിച്ചതായുമുള്ള വാർത്തയാണ് പുറത്തു വന്നത് തന്നെ. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാണ് ഇത് വെള്ളിയാഴ്ച അവകാശപ്പെട്ടിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്കുള്ള വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലാണ് നടക്കുന്നത്. 2025 മെയ് 2-നും മെയ് 7-നുമായാണ് നടത്തുന്നത്. നേരത്തെ അടൽ ബിഹാരി വാജ്പേയി ഭവനിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി ഉദ്യോഗസ്ഥരുമായി ഹസാരിക ഒരു പ്രത്യേക യോഗം നടത്തുകയും വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിഷയം, അതായത് അസമില് പ്രതിപക്ഷം എന്ന് പറയുന്ന പാർട്ടി അപ്രസക്തമാകുന്ന തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യം തന്നെയാണ് 348 പഞ്ചായത്ത് സംവിധാന സീറ്റുകളിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള വാർത്ത പുറത്തു വന്നതും അതിൽ 325 സീറ്റുകൾ BJP നേതൃത്വത്തിലുള്ള NDAക്ക് ലഭിച്ചതായും അസം മുഖ്യമന്ത്രി തന്നെ തുറന്നടിച്ച് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയും. എന്തായാലും അവിടെ ഇനി മെയ് 2-നും 7-നും ഇടയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ തന്നെ BJP തൂത്തുവാരുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷം അപ്രസക്തമാകുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ കാണപ്പെടുന്നത് തന്നെ അസമിൽ.